നടത്താനുള്ള എനിക്ക് വലിയൊരു പ്രസംഗം നടത്താനുള്ള ശാരീരികമായിട്ടുള്ള അവസ്ഥയിലല്ല. ഞാൻ 2 മാസക്കാലമായിട്ട് അയാൾ തന്നെ പറയുന്നത് മറന്നുപോയെന്ന് തോന്നുന്നു. 2 മാസക്കാലം 2-2.5 മാസക്കാലമായി സുഖമില്ലാതെ ഡോക്ടർമാർ സർജറിയൊക്കെ പറഞ്ഞിട്ട് അതൊന്നും ചെയ്യാതെ ഞാനിങ്ങനെ കിടക്കാം. വാട്സപ്പിലൊക്കെ എനിക്ക് ക്യാൻസറാണെന്ന് വരെ എഴുതിയിട്ടവരുണ്ട്. വാട്സപ്പിൽ ക്യാൻസറാണ്, കിഡ്നി രണ്ടും പോയി, അരയ്ക്ക് താഴെ തളർന്നു പോയി. ഒരു ചങ്ങാതി എഴുതിയിട്ടുണ്ട്, സിറാജുദ്ദീൻ കാശ്മീർ വിട പറഞ്ഞു. എന്തായാലും ഒരു ദിവസം വിട പറയും. അള്ളാഹു മരണം നൽകുമാറാകട്ടെ. അപ്പം അതുകൊണ്ട് എനിക്ക് ചെറിയ പ്രശ്നങ്ങളൊക്കെ കൊണ്ട് ഒരുപാട് നടക്കാനും നിൽക്കാനൊന്നും കഴിയണില്ല. കുറച്ചു നേരം ഇരിക്കാൻ പറ്റും 2 ആഴ്ചയായിട്ട്. അപ്പം ഇവർ കുറേ നാളുകൊണ്ട് ഇങ്ങനെ പറയുമ്പോൾ ഈ ലൈവ് ഒഴിവാക്കാൻ പറഞ്ഞത് തന്നെ ഇന്നലെ എനിക്ക് വഴുതുണ്ട്, നാളെ കഴിഞ്ഞ് എനിക്ക് വഴുതുണ്ട്. അപ്പം അവരും പറയും, ഉസ്താദ് ഇതുപോലെ വന്നൊന്ന് ദുആ ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ പോയല്ലേ പറ്റുള്ളൂ. അപ്പം അതുകൊണ്ടാണ് വേണ്ടെന്ന് പറഞ്ഞത്. എല്ലാവരും വോട്ട് പട്ടികയിൽ പേര് 2002 പേരും തിരഞ്ഞ് എല്ലാവരും എങ്ങനെയെങ്കിലും വോട്ട് പട്ടികയിൽ നമ്മുടെ പേര് ചേർക്കണം, അതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എവിടെ നോക്കുമ്പോഴും ഈ സമുദായം ഒറ്റപ്പെട്ടു പോവുകയാ. നമുക്കൊരു കാലമുണ്ടായിരുന്നു, മുസ്ലിമീങ്ങൾക്കൊക്കെ വലിയ ഇസ്സത്ത് ഉണ്ടായിരുന്ന, നമ്മുടെ മുൻഗാമികൾ ഈ രാജ്യത്തേക്ക് കടന്നു വന്നപ്പോൾ ഹൈന്ദവ സമുദായമാണ് നമ്മുടെ ആരാധനകൾ നടത്തുന്നതിന് വേണ്ടിയുള്ള സ്ഥലവും സാഹചര്യവും ഒരുക്കി തന്നത് ഹൈന്ദവരായിരുന്നു. അതുപോലെ തന്നെ ക്രിസ്തുമത വിശ്വാസികളുമായിട്ട് അവരുടെ അമ്പലം, അവരുടെ പള്ളികളിൽ പോലും നമസ്കരിക്കുവാനുള്ള സൗകര്യം ഒരുക്കി തന്നിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ സൗഹാർദ്ദങ്ങളെല്ലാം തകർന്ന് തരിപ്പണമായി. ഇന്ന് എല്ലാവരും മുസ്ലിം സമുദായത്തിനെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് എല്ലാ കാര്യങ്ങളും ശത്രുക്കളും മുഴുവനും ഒറ്റക്കെട്ടായി നമുക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ ആദരവായ പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 1500 വർഷം മുമ്പ് നബി തങ്ങൾ ഒരിക്കൽ ഹദീസ് പറഞ്ഞു, ഈ സമുദായത്തിന്റെ ഇടയിലേക്ക്, ഈ സമുദായത്തിന്റെ നേരെ ഭക്ഷണപാത്രത്തിൽ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നവർ പാത്രത്തിലേക്ക് കൈയിടുന്നത് പോലെ ഈ സമുദായത്തിന്റെ എതിരെ ജനങ്ങൾ മുഴുവനും തിരിയുന്ന ഒരു കാലം വരുമെന്ന് മഹാനായ നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് അങ്ങനെയാണ് ഒരു മുസ്ലിമിന്റെ വിഷയം വന്നാൽ, രാഷ്ട്രീയക്കാരാകട്ടെ അല്ലെങ്കിൽ എന്തുമാകട്ടെ, ഈ ഉമ്മത്തിനൊരു പ്രശ്നം വന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ ചോദിക്കാൻ പോലും ഒരാളില്ലാത്ത ഒരു സാഹചര്യം. ആരെങ്കിലും ഇടപെട്ടു പോയാൽ അവനെ ഒറ്റപ്പെടുത്തും, അവനെ മുദ്രകുത്തപ്പെടും, അവനെ തീവ്രവാദിയായി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പേര് പറഞ്ഞുകൊണ്ട് അവനെ ഒറ്റപ്പെടുത്തുമെന്ന് ഭയന്നുകൊണ്ട് ഒരാൾ പോലും നമ്മുടെ വിഷയത്തിൽ ഇടപെടാൻ പോലും മടിക്കുന്ന ഒരു സാഹചര്യം. എന്തുകൊണ്ടാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മളിങ്ങനെ ആയിപ്പോയത്? എന്തുകൊണ്ടാണ് ഈ സമുദായം ഇങ്ങനെ എല്ലാവരുടെ മുമ്പിൽ പരിഹസിക്കുവാനും കളിയാക്കുവാനും ആർക്കും കയറി വന്ന് തട്ടിക്കിട്ട് പോകാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് ഈ ഉമ്മത്തിന്റെ ഇസ്സത്ത് നഷ്ടപ്പെട്ടു പോകാനുള്ള അടിസ്ഥാനപരമായിട്ടുള്ള കാരണം എന്താ? നമ്മളതാ മനസ്സിലാക്കേണ്ടത്. നമുക്കറിയാം, ഇപ്പൊ ഒരു പുതിയ ഇതൊക്കെ വന്നിരിക്കുന്നത്, ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള ലക്ഷ്യം എന്താണ് നമ്മൾ മനസ്സിലാക്കണം. ഇതൊക്കെ എൻ്റെ പ്രിയപ്പെട്ടവര് വലിയ ഒരു വിഷയങ്ങളിലേക്ക് കടന്നു പോവുകയാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതെല്ലാം എന്തുകൊണ്ടാണ് ഈ ഉമ്മത്ത്, ഞാൻ മതപരമായിട്ടോ രാഷ്ട്രീയപരമായിട്ടൊന്നും ഞാൻ സംസാരിക്കുന്നില്ല. ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന കാര്യങ്ങൾ. എന്തുകൊണ്ടാണ് ഈ ഉമ്മത്ത് ഇങ്ങനായി പോയത്? ഒരാൾ പോലും ഒരു ചിന്തിച്ചു നോക്കിയേ, നമ്മുടെ വിഷയത്തിൽ ആരാ ഇപ്പൊ ഇവിടെ ഇടപെടുന്നത്? എന്തെങ്കിലും പറഞ്ഞാൽ ചങ്ങായിമാര് പൊടിയും തട്ടിപ്പോകലല്ലാതെ ആരും ഇടപെടുന്നില്ല. പേടിയിടോ നമുക്ക്, രാഷ്ട്രീയക്കാർ പോലും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വല്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇനി എന്താണ് വരാൻ പോകുന്നതെന്നറിയില്ല. വലിയ വിഷയങ്ങളിലേക്ക് പോകുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ പറഞ്ഞോ? അല്ലാഹു സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ഏത് കാര്യവും നിസ്സാരമായി തള്ളിക്കളയുന്നൊരു സ്വഭാവം നമുക്കുണ്ട്. ചില ആൾക്കാർ പുച്ഛമാണ് നമുക്ക്. എന്തെങ്കിലുമൊക്കെ അവരുടെ രാജ്യത്തിന് ചില നിയമങ്ങളുണ്ട്, ആ നിയമങ്ങളൊക്കെ നമ്മൾ അംഗീകരിക്കണം. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത്, എന്തുകൊണ്ടാണ് ഈ സമുദായത്തിന് ഇത്രയും വലിയ ഒരു അധപ്പതനം? എല്ലാവരും ഈ ഉമ്മത്തിനെ കൈവിടാനുള്ള കാരണം അടിസ്ഥാനപരമായി നോക്കിയാൽ ഒരേ ഒരു കാരണമേ ഉള്ളൂ. എന്താണ് ആ കാരണം?
നമ്മൾ അള്ളാഹുവിനെ യജമാനനെ മറന്നുപോയി നമ്മളെ പടച്ചു നമ്മളെ പരിപാലിക്കുന്ന നമുക്കെല്ലാം തന്ന് നമ്മളെ പൊന്നുപോലെ കൊണ്ടു നടക്കുന്ന പടച്ച റബ്ബിനെ നമ്മൾ മറന്നുപോയി. ആ അള്ളാഹുവിനെ നമ്മൾ മറന്നു കളഞ്ഞപ്പോൾ, പടച്ച റബ്ബിനെ നമ്മൾ കൈയൊഴിഞ്ഞപ്പോൾ, എടോ നമ്മളെ സഹായിക്കേണ്ടത് പടച്ച റബ്ബാണ്. ജീവിതത്തിൽ എന്ത് പ്രയാസം വന്നാലും, എന്ത് പ്രതിസന്ധി വന്നാലും, എന്തെല്ലാം നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നാലും നമ്മളെ സഹായിക്കേണ്ടത് പടച്ച റബ്ബാ. ആ റബ്ബിനെയാണ് നമ്മൾ ആദ്യമായിട്ട് വെറുപ്പിച്ചിരിക്കുന്നത്. ആ റബ്ബിനെ പോലും നമ്മൾ വിറപ്പിച്ചിരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇസ്ലാമിന്റെ ഒരുപാട് ചരിത്രങ്ങൾ പഠിച്ചവരാ, ഒരുപാട് ചരിത്രങ്ങൾ കേൾക്കുന്നവരാണ്. ബദറിനെ കുറിച്ച്, ഉഹദിനെ കുറിച്ച്, ഖൈബറിനെ കുറിച്ച്, ഹന്തക്കിനെ കുറിച്ച്, ഒരുപാട് യുദ്ധങ്ങളെ കുറിച്ച് പഠിക്കുന്നവരാണ്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് ചരിത്രങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. എന്തിനാണ് ഈ ചരിത്രങ്ങൾ പറഞ്ഞു തരുന്നത്? പടച്ചവനെ നമുക്ക് ഉൾക്കൊള്ളുന്നതിന് വേണ്ടിയാണ്, നമുക്ക് ചിന്തിക്കുന്നതിന് വേണ്ടിയാണ്. പടച്ചവനെ അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളാൻ പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു ഒരുപാട് ചരിത്രങ്ങൾ പറഞ്ഞു തരുന്നല്ലോ. എന്തേ ഈ സമുദായം പഠിക്കാൻ തയ്യാറാകാത്തത്? ഈ സമുദായം എന്തുകൊണ്ട് മനസ്സിലാകാൻ തയ്യാറാകുന്നില്ല? എത്ര കൊണ്ടാലും പഠിക്കാതെ നമ്മൾ പടച്ച റബ്ബിനെ മറന്നുകൊണ്ട് നടക്കുകയാ. ഈ ലോകം മുഴുവനും അടക്കി ഭരിച്ച രാജാതിരാജനായ പടച്ച റബ്ബുണ്ടല്ലോ, ആ അള്ളാഹുവിനെ ഞാനും നിങ്ങളും മറന്നു കളഞ്ഞപ്പോ, അള്ളാഹു പറയുന്നതനുസരിക്കാൻ തയ്യാറാകാതെ വന്നപ്പോ, ആ പടച്ചവനെ നമ്മളെ മറന്നുപോയടോ. എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാനെ ഞാനും നിങ്ങളും മറന്നുപോയപ്പോ അള്ളാഹു നമ്മളെ നന്നാക്കാൻ തീരുമാനിക്കുകയാണ്, നമ്മളെ പഠിപ്പിക്കാൻ തീരുമാനിക്കുകയാണ്. അള്ളാഹു പറയുന്ന വഴിയിൽ നമ്മൾ നടക്കാതെ വന്നപ്പോ അള്ളാഹു അതാ മറ്റുള്ളവന്റെ കയ്യിൽ അധികാരം കൊടുത്തിട്ട് പടച്ചവനെ നമ്മളെ ഭയപ്പെടുത്തുകയാ. ഇതൊക്കെ കാണുമ്പോ സത്യവിശ്വാസിയായ മനുഷ്യനുണ്ടല്ലോ, അവന് വല്ലാത്ത പേടിയാണ്, അവന് വല്ലാത്ത ടെൻഷനാണ്. എന്തേ ഉസ്താദേ ഈ സമുദായത്തിനോട് ഇങ്ങനെ ജനങ്ങൾ പെരുമാറുന്നതെന്ന് പേടിക്കുന്നവര് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞതെന്തെന്നറിയുമോ? സത്യവിശ്വാസിയായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹ് പറയുകയാണ്, നിന്നെ പടച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്നറിയോ? എന്റെ പ്രിയപ്പെട്ടവരെ, എല്ലാവരും പറയും ജീവിതം ആസ്വദിക്കാനുള്ളതാണെന്ന്. ഒരിക്കലുമല്ല ചെറുപ്പക്കാരാ, ജീവിതം ആസ്വദിക്കാനുള്ളതല്ല, നിനക്ക് തോന്നിയതുപോലെ ജീവിച്ച് തീർക്കാനുള്ളതല്ല. അള്ളാഹു തന്നിരിക്കുന്ന ഈ ആയുസ് പടച്ച റബ്ബ് നിന്നെ പടച്ചിരിക്കുന്നത് പടച്ചവന് നന്ദി രേഖപ്പെടുത്താനാണ്. അള്ളാഹു പറയുന്നതനുസരിച്ച് കൊണ്ട് ജീവിക്കുന്നതിന് വേണ്ടിയാണ് അള്ളാഹു നമ്മളെ പടച്ചിരിക്കുന്നത്. അള്ളാഹു നമ്മുടെ റബ്ബാണ്, നമ്മൾ അള്ളാഹുവിന്റെ അടിമകളാ. പടച്ച റബ്ബ് നമ്മുടെ അള്ളാഹു നമ്മുടെ റബ്ബാണ്, യജമാനനാണ്. നമ്മളാ യജമാനന്റെ അടിമകളാണ്. ഈ ബോധം നമുക്കുണ്ടാകണം സഹോദരാ. പക്ഷേ ഇന്ന് നമ്മൾ മറന്നുപോയടോ. ആ പടച്ച റബ്ബിനെ മറക്കാൻ നമ്മൾ തീരുമാനിച്ചപ്പോ അള്ളാഹു പല രീതിയിലുള്ള പരീക്ഷണങ്ങൾ നമ്മളിലേക്ക് കടന്നു തന്നിരിക്കുകയാണ്. വലിയ ഒരു പരീക്ഷണം നടക്കുകയാണ്, വലിയ ഒരു പരീക്ഷണം നടക്കുകയാണ്. ഇങ്ങനെ ഒരു പരീക്ഷണം നടത്തുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു പറഞ്ഞിരിക്കുകയാ. അള്ളാഹു പറഞ്ഞത് എന്തെന്നറിയുമോ? വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫ്. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു എണ്ണി പറയുകയാണ്, ഞാനൊരു സത്യവിശ്വാസിയെ പരീക്ഷിക്കുകയാണ്. എങ്ങനെയാണ് പരീക്ഷിക്കുന്നതെന്നറിയുമോ? വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫ് വൽ ജൂഅ് വനഖ്സിൻ മിനൽ അംവാൽ വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സ്വാബിരീൻ الذين إذا أصابتهم مصيبة قالوا إنا لله وإنا إليه راجعون. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു പറയുകയാ, ഇന്ന് നമ്മുടെ നാടുകളിൽ നടക്കുന്ന അവസ്ഥ, നമ്മുടെ രാജ്യത്ത് നടക്കുന്ന അവസ്ഥ, ലോകത്ത് മുസ്ലിം ഉമ്മത്ത് എടോ ഇസ്സത്തോടെ ജീവിച്ചിരുന്ന ഈ ഉമ്മത്തിന് എന്തു പറ്റി? ഇന്ന് ആരുടെ മുമ്പിലും ഒരു വിലയില്ല ചങ്ങാതി.
കണ്ടവനും പോയവനും വരെ നമ്മളെ കുറ്റം പറയുന്നു, പരിഹസിക്കുന്നു. നമ്മളെയൊക്കെ എന്ത് ചെയ്താലും ചോദിക്കാൻ ആളില്ല, ആരെങ്കിലും വരാൻ തന്നെ പേടിയ.